ഈ സീസണിൻ്റെ ഒരു ഗെയിം മൂഡ് ക്രിയേറ്റ് ചെയ്ത ആരാണ്? ഈ സീസണിൻ്റെ തീം ക്രിയേറ്റ് ചെയ്ത ആരാണ്? നമ്മൾ വിചാരിക്കും ബിഗ് ബോസിൻ്റെ മേക്കേഴ്സാണ്. മണിപ്പൂര ടാസ്ക് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ. മണിപ്പൂര ഉണ്ടാക്കി, അതാണ് തീം. അതൊന്നുമല്ല തീം, ഏഴിൻ്റെ പണിയൊന്നുമല്ല തീം. ഈ സീസണിൻ്റെ തീം എന്ന് പറയുന്നത് പ്രത്യാരോപണങ്ങളായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മ വച്ചോ, മറ്റേ ഉടുപ്പ് മാറിയോ, ശരീരം കണ്ടോ, അങ്ങനെയുള്ള കുറേയധികം തറപ്പരിപാടികൾ. ആ ഒരു തറപ്പരിപാടികൾ, അതേപോലെ തന്നെ തൊട്ടു പിടിച്ചു, മറ്റേ പ്രത്യാരോപണങ്ങൾ, ഈ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തത് അനുമോളാണ്. ചീപ്പ് മൂഡ് ക്രിയേറ്റ് ചെയ്തത് അനുമോളാണ്. അപ്പോൾ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത ഈ സീസണിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള അനുമോൾക്ക് കപ്പ് കിട്ടാതെ അവിടെ പോകാനായിട്ട് ബാക്കിയുള്ള ആളുകൾ ഇത് ഫോളോ ചെയ്തു. ഈവൻ ഷാനവാസും നെവിനും തമ്മിലുള്ള ഇഷ്യൂ പോലും വലിയ സംഭവമായി. ആണുങ്ങൾ വരെ അത് ഉപയോഗിച്ചു. സാധാരണ കോമൺ ആയിട്ട് ആണുങ്ങൾ തൊട്ടുപിടിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. ഈ സീസണിൻ്റെ മൂഡ് അതായതുകൊണ്ട് തന്നെ അവരും ആ ഒരു രീതിയിൽ ഗെയിം കളിക്കേണ്ടി വന്നു. എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ ബിഗ് ബോസ് റിവ്യൂ പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ തവണ ബിഗ് ബോസിൻ്റെ റിവ്യൂസ് പാതി വഴിയിൽ നിർത്തി പോവേണ്ടി വന്നു. വലിയ താല്പര്യത്തോടെയൊന്നും അല്ല അത് നിർത്തിയത്. എനിക്ക് വീഡിയോസൊക്കെ ചെയ്തിങ്ങനെ പോകാൻ തന്നെയായിരുന്നു ഇഷ്ടം. കാരണം ഈ ഒരു ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ സന്തോഷമൊക്കെ തോന്നാറുണ്ട്, വലിയൊരു സമാധാനവും ഇതിൽ നിന്ന് ലഭിക്കാറുണ്ട്. ബാക്കിയുള്ള ബിഗ് ബോസ് റിവ്യൂ ചാനലുകൾ അവരുടെയൊക്കെ ഒരു സംഘർഷം, മാനസിക സംഘർഷം, കമൻറ്റ് ബോക്സിലെ സംഘർഷം, അതൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ കമൻറ്റ് ബോക്സ് വളരെ സമാധാനപൂർണ്ണമാണ്. അതേപോലെ തന്നെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കാണുന്ന സമയത്തും അതിനകത്ത് പ്രത്യേകിച്ച് രസങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടെ നമ്മൾ റിവ്യൂ ഒക്കെ പറഞ്ഞ് നമ്മളിതൊക്കെ അനലൈസ് ചെയ്ത് രസം കണ്ടെത്തുന്ന ആളുകളുമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തമാശ രൂപേണ ഇതിനെ നോക്കി കാണുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര റിലാക്സ്ഡ് ആണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഈ മെയിൻ ചാനലിലെ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തിട്ട് ബിഗ് ബോസ് വരുമ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ സമാധാനമൊക്കെ കിട്ടാറുണ്ട്, ഒരു റിലാക്സേഷൻ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ള ആ ഒരു സാമ്പത്തികം ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഇവിടെ കാര്യമായിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇത്തവണ ഞാനൊരു ബ്രേക്ക് എടുത്തത്. ബ്രേക്ക് എടുത്തതിൻ്റെ മെയിൻ ഒരു കാരണമായിട്ട് ഞാൻ എക്സാമിനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഈ ഒരു പണി ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് ബോറടിച്ചിരിക്കുകയായിരുന്നു. ഒരു കാരണം നോക്കിയിരിക്കുമായിരുന്നു കുറേ ദിവസം വെറുതെ ഇരിക്കാൻ വേണ്ടി. എക്സാം ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യം തോന്നത്തില്ലേ? പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കാതിരിക്കുന്നോ, പൈസ വേണ്ടേ എന്നൊക്കെ തോന്നില്ലേ? അപ്പോൾ എക്സാം എന്ന് പറയുന്ന ഒരു കാരണം മുന്നിൽ വെച്ചിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. ഇപ്പോൾ വേണ്ടത് വളരെ ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡാണ്. ഇപ്പോൾ പണിയെടുത്ത് കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. കേട്ട് കഴിഞ്ഞാൽ തോന്നും ഞാൻ മൊത്തം പഠിച്ച് അതേപടി അവിടെ പോയി എഴുതി എന്നുള്ളത്. അത് അതിനേക്കാളും വലിയ കോമഡിയാണ്. പല ആളുകളും വിചാരിച്ചു ഞാനിങ്ങനെ ലീവൊക്കെ എടുത്തിട്ട് അമ്മാതിരി പഠനമാണെന്ന്. അപ്പോൾ എൻ്റെ കൂടെയുള്ള പഠിക്കുന്ന പിള്ളേരടക്കം വിചാരിച്ചു ഇവൻ പഠിച്ച് ഇത്തവണ അടിപൊളിയായിട്ട് ഇതെല്ലാം കൂടെ പെർഫോം ചെയ്യുന്നുള്ളത്. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. ഞാൻ അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ജയിക്കാൻ വലിയ പാടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LLBയുടെ വാല്യുവേഷൻ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു വാല്യുവേഷൻ എന്ന് പറയുന്നത് ഈ ജയിക്കാൻ എഴുതി 30 മാർക്ക് എടുക്കണമല്ലോ, ഈ 30 മാർക്ക് കൊടുക്കുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഇത് വാല്യൂ ചെയ്യുന്ന ആളുകൾ കണക്കാക്കുന്നത്. അപ്പോൾ അവർ പേപ്പർ കിട്ടുന്ന സമയത്ത് വിചാരിക്കും, ഓ ഇവന് 30 മാർക്ക് കൊടുത്തേക്കാം, ഇവൻ വലിയ കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ നന്നായിട്ട് എഴുതിയ ആൾക്കാണ് 30 മാർക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏറ്റവും നന്നായിട്ട് എഴുതിയ ആൾക്ക് എത്ര മാർക്ക് കിട്ടും? ഈ ഫസ്റ്റ് ഇയറിലൊക്കെ അവർക്ക് കൂടി വന്നാൽ 40 മാർക്ക് കിട്ടുമായിരിക്കും, ഒരു 10 മാർക്ക് കൂടെ കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ, പരീക്ഷ പാടാണെന്നുണ്ടെങ്കിൽ തോറ്റു പോകും. നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ജയിക്കുമെന്ന് ഉള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ജയിക്കത്തുള്ളൂ. അപ്പോൾ ഈ പേപ്പർ നോക്കുന്ന ഒരാൾ ഞാൻ ഇത്രയൊക്കെ പഠിച്ച് എഴുതി, അപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ 30 കൊടുത്തേക്കാം എന്ന് വിചാരിച്ചാലും എൻ്റെ കാര്യത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇൻറ്റേർണൽ മാർക്ക് 20 കൂടെ വേണം. 30ഉം 20ഉം ചേർത്ത് 50 മാർക്ക് ഉണ്ടെങ്കിലേ ജയിക്കത്തുള്ളൂ. എനിക്ക് ഇൻറ്റേർണൽ 20 ഇല്ല, 16, 17 അങ്ങനെയുള്ള മാർക്കുകളാവുന്ന സമയത്ത് 33 മാർക്ക് വേണം. അപ്പോൾ ഈ പേപ്പർ നോക്കുന്ന ഒരാൾക്ക് ആവറേജായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ലേ 30 കൊടുത്തേക്കാം, അവന് 20, 25 വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള വിചാരത്തിലാണെങ്കിൽ പോലും ജയിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതാണ് ഈ LLB എക്സാമിൻ്റെ ഒരു റിയാലിറ്റി. ഫസ്റ്റ് ഇയറിൽ നല്ല ടഫാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. ഞാനങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ലാതെ ഓടിപ്പോയി ജോയിൻ ചെയ്തതാണ്. അങ്ങനെ ഒരു അവസരം വന്നു, ഓടിപ്പോയി ജോയിൻ ചെയ്തു. അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇരുന്ന് പഠിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ക്ലാസ്സിലിങ്ങനെ കേൾക്കുന്ന കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ ഇട്ടെഴുതും. അതിനു മുന്നേ ഇങ്ങനെ കേട്ടിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ പറയും വാരി വലിച്ച് എഴുതരുത്, പോയിൻറ്റ്സ് മാത്രമേ എഴുതാവുള്ളൂ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് എഴുതി പഠിച്ചതുകൊണ്ട് LLB വന്നപ്പോഴത്തേക്ക് പണി പാളി. കാരണം ഇവിടെ പേപ്പറിൻ്റെ എണ്ണത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് മാർക്ക് പോലും. കാണാതെ പഠിച്ച് അതേപടി പകർത്തുന്ന ആളുകൾക്ക് നല്ല മാർക്ക്,
അല്ലാതെ കോൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതുന്ന ആളുകൾക്കൊന്നും വലിയ മാർക്കും കാര്യങ്ങളൊന്നുമില്ല. എക്സാക്റ്റ് ഈ ബെയർ ആക്ട് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ ബെയർ ആക്ട് എന്ന് പറയുന്ന നിയമത്തിൻ്റെ തനിപ്പകർപ്പുണ്ടല്ലോ, ഈ ബെയർ ആക്ട് കാണാപ്പാഠം പഠിച്ച് പകർത്തുന്ന ആളുകൾക്ക് കൂടുതൽ മാർക്കൊക്കെ കിട്ടും. അങ്ങനെ കാണാപ്പാഠം പഠിച്ച് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും അതിൻ്റെ ഈച്ച് ആൻഡ് എവരി വേർഡും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അറിയാത്ത എന്നെപ്പോലുള്ള ആളുകൾ പെടും. അതാണ് ഇതിൻ്റെ ഒരു പതിവ്. പണ്ടൊക്കെ ഈ ആളുകൾ ഈവനിങ് കോഴ്സൊക്കെ ചെയ്തിട്ടാണല്ലോ LLB ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് സിമ്പിളാണ് എന്ന് ഞാൻ തിരിച്ചു പോയി. പക്ഷേ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ വള്ളികൾ, ഇതിനേക്കാളും വലിയ പെരുന്നാളുകൾ നമ്മൾ കൂടിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മൾ ഡീൽ ചെയ്യും. 3 വർഷമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. 3 വർഷം കൊണ്ട് നമ്മൾ ഈ പരിപാടി സെറ്റ് ചെയ്യും. കാരണം അതിനേക്കാളിലും ഒരു 6 മാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ എടുക്കില്ല. സപ്ലൈ എഴുതാനൊന്നും പോകത്തൊന്നുമില്ല. അത് നമ്മുടെ ഒരു ഡീലിംഗ് അങ്ങനെയാണ്. അത് പരീക്ഷയാണെങ്കിലും വേറെ ഏത് കാര്യമാണെങ്കിലും എക്സ്ട്രാ ഒരു ടൈമൊന്നും അതിന് അനുവദിച്ചിരിക്കുന്ന അല്ലാതെ ഒരു ടൈമൊന്നും എടുത്തിട്ട് നമ്മുടെ സമയം കളയില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി എടുക്കും. അപ്പോൾ ഇതാണ് ഈ എക്സാം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള ഉത്തരം. എക്സാമൊക്കെ നല്ല പരിപാടിയാണ്. യൂണിവേഴ്സിറ്റി റോക്ക്ഡ് ഐ എം ഷോക്ക്ഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ട സമയത്ത്. ഈ പ്രായത്തിൽ ഇത് പഠിക്കുന്ന സമയത്ത്, പ്രായത്തിൻ്റെ ഒന്നുമല്ല, ഈ ബുദ്ധി വെച്ച് ഇത് പഠിക്കുന്ന സമയത്ത് മൊത്തം പഠിച്ചിട്ടൊരു 10% കൂടുതൽ അതിനകത്തോട്ട് എഴുതി പിടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോകും. എന്നൊരവസ്ഥ നടത്തില്ല. അതേപോലെ തന്നെ ഇത് ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം വെച്ചിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ എങ്ങനെയാണോ ഒരു എക്സാം എഴുതുക? പിന്നെ ഒരു കാര്യം വ്യക്തമാക്കണമല്ലോ, ഞാൻ ഉഴപ്പിയത് കൊണ്ടാണോ ഈ ഇൻറ്റേർണൽ മാർക്ക് കിട്ടാത്തത്? അങ്ങനെ പറയാൻ പറ്റില്ല. ചെറിയ രീതിയിൽ ഉഴപ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട് കുറേയധികം കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. വൈഫിൻ്റെ അഡ്മിഷൻ, അപ്പോൾ അവളുടെ എക്സാം കഴിഞ്ഞിട്ടുള്ള ബോണ്ട് ചെയ്യുന്ന കോളേജ് ഏതാണെന്നുള്ള, മെഡിക്കൽ കോളേജ് ഏതാണ് എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം വന്നില്ല. അപ്പോൾ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്. അതേപോലെ തന്നെ സിസ്റ്റർ മാരേജ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വർഷം മൊത്തം നല്ല ഓട്ടമായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഒത്തിരി അറ്റൻഡൻസ് പോയി. അതേപോലെ ഹെൽത്ത്, പനി ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് ചേട്ടൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ പോയത്, പനിയാണോ എന്നുള്ളതാണ്. അങ്ങനെ പനി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ വർക്കിംഗ് ഡേയ്സ് വളരെ കുറവും. അതുകൊണ്ട് അറ്റൻഡൻസ് 1-2 പോയാൽ തന്നെ വളരെയധികം പെർസെൻറ്റേജ് താഴെ പോവുകയും അതുമായി ബന്ധപ്പെട്ട 5 മാർക്ക് ഇൻറ്റേർണലിൽ വളരെ കുറച്ച് മാത്രം കിട്ടുകയും ചെയ്യും. 1 മാർക്ക് 2 മാർക്കൊക്കെ. അപ്പോൾ 25 നമുക്ക് പിന്നീടുള്ളത് 20ആണ്. അപ്പോൾ ഇൻറ്റേർണൽ എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, പഠിക്കാതെ സ്കോർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നേരെ അങ്ങ് താഴേക്ക് പോകും. പിന്നെ അവരുടെ കനുവ് കൊണ്ടൊക്കെ ഒരു 16-17 കിട്ടിയാലായി. പിന്നെ ചില കോളേജുകളിലേക്ക് 20 ഇട്ട് കൊടുക്കാറുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. എന്തോ നമ്മൾ പോകുന്ന സ്ഥലമായതുകൊണ്ടും നമ്മുടെ ടീച്ചേഴ്സൊക്കെ വളരെ ഫെയർ ഡീലിങ്ങിൻ്റെ ആൾക്കാരായതുകൊണ്ടും അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും തരത്തില്ല, ഒന്നും തരത്തില്ല, കറക്റ്റ് മാർക്ക്. അതുകൊണ്ട് ഇത് കഷ്ടപ്പെട്ട് നമ്മൾ സെറ്റപ്പാക്കി എടുക്കണം. ഇനി ബിഗ് ബോസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതവണത്തെ ബിഗ് ബോസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ എപ്പിസോഡുകളും കാണുന്നുണ്ടായിരുന്നു. BB+ കാണാറുണ്ടായിരുന്നു. വൈകിട്ട് ആ പരിപാടി കാണാറുണ്ടായിരുന്നു. മറ്റേ റിവ്യൂ ചെയ്യാനായിട്ടുള്ള സമയം ഷൂട്ടിംഗ് എഡിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് മാറ്റിവെച്ചത്. പിന്നെ ഈ ബിഗ് ബോസൊക്കെ നമ്മൾ കണ്ടത് അനലൈസ് ചെയ്യാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരെല്ലാം കണ്ട് നമ്മുടെ മൈൻഡിലേക്ക് കയറി വരും. നിങ്ങളിൽ സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്ന ആളുകൾക്കറിയാമല്ലോ, സ്വപ്നത്തിലൊക്കെ അവർ വരുന്ന ചില കലാപരിപാടികളൊക്കെ ഉണ്ട്. കാരണം അവരുടെ കലപിലകൾ നമ്മളെ അങ്ങനെ ബാധിക്കുമെന്നേ. ഈ തവണത്തെ സീസണിൽ അനുമോൾക്ക് കപ്പ് കിട്ടി. അനുമോൾക്കല്ലാതെ ആർക്കാണ് കപ്പ് കൊടുക്കാൻ പറ്റുക? കാരണം ഈ സീസണിൻ്റെ ഒരു തീം, ഈ സീസണിൻ്റെ ഒരു ഗെയിം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക് കിട്ടാനില്ല. ഈ സീസൺ എന്ന് പറയുന്നത് സീസൺ ഓഫ് ഫേക്കുകളാണ്. ബെറ്റർ ഫേക്ക് ആയിട്ടുള്ള ഒരാൾ, കപ്പ് ബെറ്റർ ഫേക്ക് ആയിട്ടുള്ള അനുവിന് കിട്ടി. അനു എങ്ങനെയാണ് ഒരു ബെറ്റർ ഫേക്ക് ആവുന്നത്? എനിക്ക് അനീഷിന് കപ്പ് കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹമില്ല. കാരണം അനീഷ് എന്താണ് അവിടെ ചെയ്തത്? അനീഷ് വന്നപ്പോൾ തൊട്ട് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുള്ള കുറേയധികം ഡയലോഗുകളുമായിട്ട് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ് എന്നുള്ള ഒരു കാര്യമല്ലാതെ അനീഷ് ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞ ഒരു നിലപാടോ ഒരു പോയിന്റോ എൻ്റെ മൈൻഡിലില്ല. അനീഷ് ഇടപെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനീഷ് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ മൈൻഡിൽ ആ സുപ്രഭാതം അല്ലാതെ വേറെ ഇല്ല. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചുമ്മാ സ്റ്റേജിൽ പെർഫോമൻസ് കാഴ്ച വെച്ച അനീഷിന് ഇത്ര വരെ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എത്താൻ പറ്റിയത് ഈ സീസണിലെ ഗെയിം അതായതുകൊണ്ടാണ്. അനീഷ് ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി പിടിച്ചതുകൊണ്ട് അനുമോളെ തീരെ പറ്റാത്ത, അനുമോളെ പറ്റണമെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് പറ്റത്തുള്ളൂ, തീരെ പറ്റാത്ത ആളുകൾക്ക് അനീഷ് അല്ലാതെ വേറൊരു ആശ്രയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഷാനവാസ് പ്രതീക്ഷിച്ചത്, ലാലേട്ടനോട് പറഞ്ഞത്, ഫിനാലിൽ പറഞ്ഞ എന്താണ്, അനീഷും ഷാനവാസും ഈ ഫസ്റ്റും സെക്കൻഡും വരും എന്നുള്ള രീതിയിലായിരുന്നു ഷാനവാസ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഷാനവാസിന് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയധികം ആളുകൾ അയാൾക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടിരുന്നു. അയാൾ നോക്കിയപ്പം വേറൊരു സൂപ്പർ ഹീറോ മാസ് പരിവേഷത്തിലുള്ള ഒരാൾ അവിടെ ഇല്ല. കാരണം എല്ലാ സീസണുകളിലും അങ്ങനെയുള്ള ചില അഗ്രസീവ്നെസ് ഒക്കെ കാണിക്കുന്ന ഒരാൾക്ക് നല്ല ഒരു പ്ലേസ് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ വേറെ ആരുമില്ല. അപ്പോൾ അയാൾ അങ്ങനെ വിചാരിച്ചതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അയാൾക്ക് ഒരു കപ്പിനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അയാളെ ആളുകൾ വിന്നർ എന്നുള്ള രീതിയിൽ എത്തിക്കണമായിരുന്നോ? അയാളെ എങ്ങനെ എത്തിക്കാൻ പറ്റും?
കാരണം അയാളും വലിയ കാര്യമായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു പരിപാടിയും അവിടെ കാഴ്ചവെച്ചില്ല. അയാളുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ, അനീഷുമായിട്ടുള്ള പരിപാടികൾ, അല്ലെങ്കിൽ ആദില നൂറായിട്ടുള്ള പരിപാടികൾ, ഇതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയോ ജെന്യുവിനിറ്റിയോ പ്രേക്ഷകർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പുള്ളിക്ക് പറ്റിയില്ല. മേ ബി അവരിനിയിപ്പോൾ ജെന്യുവൻ ആണെന്ന് ഇപ്പോൾ വന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിഷേധിക്കാനായിട്ടൊന്നും പോകുന്നൊന്നുമില്ല. പ്രേക്ഷകർക്ക് എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയിട്ടില്ല. അതേപോലെ തന്നെ പല സീനുകളിലും നമ്മൾ ഈ അനീഷുമായിട്ടുള്ള ഒരു കോംബോയോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഷാനവാസ് നല്ല രീതിയിൽ മുതലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുതലാക്കലുകൾ ആരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്? അനീഷിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അനീഷിൻ്റെയൊക്കെ ചില നമ്പറുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അവരൊക്കെ വലിയ വലിയ ആളുകളായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പം അന്നത്തെ ബിഗ് ബോസിൻ്റെ പരിപാടി ചെയ്യാത്തതുകൊണ്ട് അതിൽ തന്നെ നിന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അനീഷിൻ്റെയൊക്കെ നമ്പറുകൾ എന്തായിരുന്നു? ഈ മരുന്ന് കൊണ്ടേ കൊടുക്കുന്നു, അച്ഛനെ ഓർമ്മ വരും, അപ്പം മരുന്ന് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോകുന്നു, അതേപോലെ സ്റ്റോർ റൂമിൽ ഓടിച്ചാടി ചെന്നിട്ട് ബാറ്ററി എല്ലാ ആളുകൾക്കും കൊണ്ടേ കൊടുക്കണം, അങ്ങനെ പണ്ട് ചാർജ് ചെയ്തതിൻ്റെ ഒരു ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഉടായ്പകളും പരിപാടികളൊക്കെ. ഇവരൊക്കെ ഏത് യൂണിവേഴ്സിലാണെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് സാധാരണ മനുഷ്യന്മാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേയധികം പരിപാടികൾ ഈ ടീംസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ മറ്റൊരു വിൻറ്റേജ് പരിപാടിയാണ്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയൊക്കെ ഓരോ വിൻറ്റേജ് പരിപാടിയൊക്കെയാണ്. ആ ഒരു വിൻറ്റേജ് പരിപാടിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വുമൻ പ്രസൻസ് ആയിരുന്നു ശരിക്കും അനുമോളുടെ സദാചാര പരിപാടികൾ. അതിനിടയ്ക്ക് മറ്റേ അനുമോളുടെ പ്ലാച്ചി കൂടോത്തർ പ്ലാച്ചിയാണെന്നൊക്കെ അനുമോൾ വിന്നർ ആയതിനു ശേഷം ഏതോ ഒരു മറ്റേ കബഡിയൊക്കെ നിരത്തിയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളുണ്ടല്ലോ, കാര്യക്കാരനല്ലല്ലോ, ജോൽസൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. അത് ഞാനിപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പ്ലാച്ചിയായിട്ട് വന്നിട്ടുള്ള ചില സ്ട്രാറ്റജികൾ, പ്ലാച്ചിയായിട്ട് വന്നുള്ള സ്ട്രാറ്റജികളിലോടൊപ്പം ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് നെവിനെ കൊണ്ട് വിളിപ്പിച്ച് ആ ഒരു വേർഡിന് എക്സാക്റ്റ് ആയിട്ടുള്ള മീനിങ് നൽകുന്ന പെർഫോമൻസുകൾ. കാരണം അനുമോള് ആരാണെന്നും അനുമോളുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്നും ഒക്കെ ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ സീസൺ കണ്ട സമയത്ത് മനസ്സിലായി. പക്ഷേ അനുമോള് ചുമ്മാ ഒരുമാതിരി ഈ ജനങ്ങൾക്ക് കൊടുക്കുക, കണ്ടൻറ്റ് കൊടുക്കുക, റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടി പോയതുകൊണ്ട് അളിഞ്ഞ ചീഞ്ഞ കളി കളിച്ചു. അളിഞ്ഞ ചീഞ്ഞ കളി കളിച്ചത് എന്തിനാണ് എന്നുള്ളത് പിന്നീട് ബിഗ് ബോസിൻ്റെ അവസാന സമയത്തൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. പുറത്ത് എന്തോ PR പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അനുവിൻ്റെ കപ്പിൽ വിനുവിന് ഒരു അവകാശം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേയധികം ആളുകൾ വരുന്നു. ഒരുത്തം മറ്റേ ചൂയിങ്കൊക്കെ ചവച്ച് വന്നിട്ട് PR ആണെന്നൊക്കെ അവകാശം അത് ഉന്നയിക്കുന്നു. അപ്പം വിനു എന്ന് പറയുന്ന ഒരു മച്ചാൻ രംഗപ്രവേശനം ചെയ്യുന്നു. അപ്പോൾ അയാൾ രംഗപ്രവേശനം ചെയ്ത് കഴിഞ്ഞ സമയത്താണ് മനസ്സിലായത് ഇത് സ്ഥിരം പരിപാടിയാണത്രേ, ശൈത്യോടും പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒരു രീതിയിലുള്ളൊരു നോർമലൈസേഷൻ ഇത് ബിഗ് ബോസ് ഹൗസിലും വന്നതാണ്. PR വേണമോ വേണ്ടയോ, PR അനിവാര്യമാണോ അല്ലയോ, എല്ലാവർക്കും PR ഉണ്ട്, അതുകൊണ്ട് എനിക്കും PR ഉണ്ട്. ആദ്യം ബിന്നി ഒരു കഥ പറയുന്നു, 16 ലക്ഷത്തിൻ്റെ ഒരു PR കഥ. അപ്പാടെ നിഷേധിക്കുന്നു അനുമോൾ. അത് കഴിഞ്ഞത് 1 ലക്ഷമാവുന്നു. അതിനുശേഷം ഈ ബിഗ് ബോസിൻ്റെ കപ്പ് കിട്ടിയതിന് ശേഷമുള്ള ഇൻ്റർവ്യൂവിൽ അത് 15 മറ്റോ ആണോ എന്നുള്ളൊരു തോന്നലുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം വിനു മഹാൻ 10,000 രൂപയെ തന്നിട്ടുള്ളൂ എന്ന് പറയുന്നു. അത് അങ്ങനെയുള്ള കുറേയധികം കോമഡികൾ. പിന്നെ അനീഷിന് PR ഉണ്ടായിരുന്നു, അക്ബറിന് PR ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ശൈത്യ പറയുന്നു അച്ഛൻ്റെ കുറേയധികം പൈസ അപഹരിച്ചിട്ടുണ്ട് PR എന്നുള്ള പേരിൽ വിനു എന്നൊക്കെ. അപ്പോൾ എന്താണ് ഈ പരിപാടി? ഇത് PR തീരുമാനിക്കുന്ന പരിപാടിയാണോ? ഇതിനിടയിൽ അഖിൽ മാരാർ കൃത്യമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നു. കാരണം പുള്ളിക്കാരൻ അത് എനിക്ക് പുള്ളിയോട് ഇഷ്ടമുണ്ട് കേട്ടോ. കാരണം ബിഗ് ബോസിനെ ഏറ്റവും നന്നായിട്ട് മുതലാക്കിയ ഒരു കണ്ടസ്റ്റൻ്റ് ശരിക്കും അഖിൽ മാരാറാണ്. കാരണം സാബുമോനൊക്കെ അതിന് മുന്നേ തന്നെ TV പരിപാടിയൊക്കെ ആയിട്ട് വന്ന ഒരു സെറ്റപ്പിലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു മച്ചാനാണ്. അയാൾ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്നതാണ്. അയാൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോയി. ആദ്യത്തെ വിന്നർ സാബുമോൻ, മറ്റേ പേളിമാണി കൂടെ ഉണ്ട്. അവർ വേറെ രീതിയിൽ പോയി. അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ പ്രസൻസ് ആയിരുന്നു. അതിനുശേഷം മണിക്കൂട്ടൻ വന്നു, പുള്ളിക്കാരന് കാര്യമായിട്ട് ഇത് വിനിയോഗിക്കാൻ പറ്റിയില്ല. റോബിൻ വന്നു, റോബിൻ കാര്യമായിട്ട് ഇത് വിനിയോഗിച്ചു എന്നുള്ള തോന്നൽ ഉണ്ടാക്കി എന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് വലിയ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി മറ്റേ 2 വാശൊക്കെ കിട്ടിയിട്ടെന്തോ സിനിമയുടെ പോസ്റ്ററൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് പോസ്റ്ററിൽ മാത്രം ഒതുങ്ങിപ്പോയി, പെട്ടിയിലേക്ക് പോലും എത്തിയില്ല. എന്നാൽ അഖിൽ മാരാറോ ഒരു തരത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പടം പുള്ളി ഡയറക്റ്റ് ചെയ്തു. അതിൻ്റെ റിവ്യൂ ചെയ്തതിന് എന്നെ പുള്ളിയുടെ സംഘത്തിലുള്ള ആളുകൾ വന്ന് തെറി വിളിച്ചതൊക്കെ ഞാൻ ഇപ്പോഴും വളരെ രസകരമായിട്ട് ഓർത്തെടുക്കുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പുള്ളി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് കുറേയധികം അനൗൺസ്മെൻറ്റുകൾ നടത്തി, കുറേയധികം സിനിമകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ക്രിക്കറ്റ് കളിച്ചു. ഇതിനിടയിൽ ഒരു സീസൺ കഴിഞ്ഞു പോയി, 2ാമത്തെ സീസണും കഴിഞ്ഞു പോയി. പുള്ളി ബിഗ് ബോസ് അല്ലാതെ വേറൊരു പരിപാടിയും പിടിച്ചിട്ടില്ല. അപ്പോൾ കറക്റ്റ് ബിഗ് ബോസ് വന്നപ്പോഴത്തേന് കഴിഞ്ഞ ബിഗ് ബോസിൽ പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഈ തവണയും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ഒരു സീസൺ 5 കഴിഞ്ഞിട്ടില്ല. ശോഭയും അഖിൽ മാരാറും കൂടെ കപ്പ് കൊടുത്തതുമായി ബന്ധപ്പെട്ട തർക്കം, ഇതൊക്കെ കഴിഞ്ഞല്ലേ.
ഈ കഴിഞ്ഞ സീസണുണ്ട്, അതിനകത്ത് ഒരു മനുഷ്യനെ പോലും പുറത്ത് കാണാനില്ല. അതങ്ങനെ, അത് ജിൻഡോയ്ക്കും മറ്റേ PR ചെയ്ത് കപ്പ് വാങ്ങിക്കൊടുത്തത് വിനുവാണ്. അഖിൽ മാരാർക്കും PR ചെയ്തിട്ടുണ്ട് വിനു എന്നൊക്കെ പിന്നീട് വാർത്തകൾ വരുന്നു. ഇതൊക്കെ മൊത്തത്തിൽ കാണുമ്പോൾ ഈ സീസണിൻ്റെ തീം എന്താണ്? ഈ സീസണിൻ്റെ തീം എന്ന് പറയുന്നത് ഫേക്ക്നെസ് ആണ് ഈ സീസണിൻ്റെ തീം. അതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് ഫേക്ക് കളിച്ച ആൾ കപ്പടിച്ചു. അപ്പോൾ ഓരോ സീസണും ഓരോ തീമുണ്ട്. ആ ഒരു തീമിൻ്റെ അടിസ്ഥാനത്തിലെ വിന്നർ ആവത്തുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യുന്നു? മാനിപ്പുലേഷൻ. കൃത്യമായിട്ട് മാനിപ്പുലേറ്റഡ് ആവും ഒരു വലിയ കൂട്ടം ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണല്ലോ. കാരണം എന്തൊക്കെ തട്ടിപ്പുകളിലാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ആർക്കാണോ കപ്പ് ആർക്ക് കൊടുക്കണോ നമ്മൾ വിചാരിക്കുന്നു, അതിനൊരു അജണ്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് PR ടീംസ് ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ആളുകൾ മാനിപ്പുലേറ്റഡ് ആവും. ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ പറയാനായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഇപ്പം ഞാനൊരു വീഡിയോ ഇടും എന്നുള്ളതല്ലാതെ നമ്മളൊരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ കട്ട് ചെയ്ത് പോസ്റ്റാക്കി ഇടാനായിട്ട് മെനക്കെടാറുണ്ടോ? ഇല്ല. നിങ്ങൾ ബിഗ് ബോസ് കാണും, ഞാനും ബിഗ് ബോസ് കാണും. നമ്മളൊരു കമൻ്റ് ഇടുന്നത് 3-4 ലൈനിലായിരിക്കും. PR അങ്ങനെയല്ല. ഇന്നലെ അവിടെ അങ്ങനെ സംഭവിച്ചു, അവിടെ ഇങ്ങനെ മറ്റേ കർട്ടൻ മാറിയ സമയത്ത് അതിൽ അങ്ങടേക്ക് നോക്കി ഒരു പേപ്പറിൽ ഇന്നത് എഴുതി കൊടുത്തു അങ്ങനെ പറഞ്ഞ് ഇവർ ഡീറ്റെയിൽ ആയിട്ട് കമൻ്റ് ഇടും. ഇത് വായിക്കുന്ന ആളുകൾ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇത് ചെയ്യുന്നത് PR കൂടുതലായിട്ട്. ഇനി കൂടുതലായിട്ട് അഡിക്റ്റഡ് ആയിട്ടിരുന്ന് കാണുന്ന ആളുകൾ 1-2 പാരഗ്രാഫ് എഴുതിയാലും അവരിൽ പല ആളുകളുടെയും കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കപ്പെടത്തില്ല. ഇപ്പം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് PR ചെയ്യുന്ന വീഡിയോസൊക്കെ അങ്ങ് ഇടുന്ന സമയത്ത് തന്നെ കമൻറ്റുകൾ ഇങ്ങനെ പട്ടപ്പെട്ടാ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ബോട്ട് കമൻസ് ആണ്. ഈ SMM പാനൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണേൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കാശ് കൊടുത്ത് വാങ്ങാം. നിങ്ങൾക്ക് എന്ത് കമൻസ് ഇടണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിടും. അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ചെയ്യാം. ഈ തെറി കമൻറ്റും അതേപോലെ തന്നെ ലവ് കമൻറ്റും ഇഷ്ട കമൻറ്റും അങ്ങനെയുള്ള പരിപാടിയൊന്നും വലിയ സംഭവമായിട്ടുള്ള സംഗതിയൊന്നുമല്ല. അതിനകത്ത് ഇന്ത്യൻ ഫോളോവേഴ്സ്, അബ്രോഡ് ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ നിങ്ങൾ കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കാശ് കൊടുത്ത് വോട്ട് വാങ്ങാം എന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് വോട്ട് ചെയ്യാനായിട്ട് വലിയ ചിലവൊന്നുമില്ലല്ലോ. ഏറ്റവും ബേസ് പ്ലാനിന് മൊബൈൽ പ്ലാൻ ആണെങ്കിൽ 100 രൂപ മിച്ചമല്ലേ ആവത്തുള്ളൂ. ഇപ്പോൾ 3 മാസത്തേക്ക് ഒരു പ്ലാൻ എടുത്തിട്ട് ശറവറ വോട്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെ പരിപാടികൾ ഇതിനകത്ത് നടക്കും. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആളുകൾക്ക് ഇതിനോടുള്ള വിശ്വാസ്യത കുറഞ്ഞു പോയി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാനവാസിലെത്തി നിൽക്കുകയാണല്ലോ. ഈ നൂറ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്ത് കയറി വന്നതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദിലയുടെ ചില സ്ട്രാറ്റജികൾ ശരിക്കും അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ ആദില നൂറ അനുവിന് എന്തോ ഭയങ്കര ഫ്രണ്ടായിട്ട് ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ മുതൽ പ്രതിഷ്ഠിച്ചൊരു സൈഡിൽ നിർത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ക്വാളിറ്റീസ് പുറത്ത് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് അനുവിനെ തോന്നിയിട്ടില്ല. കാരണം ഇവർ മുന്നോട്ടേക്ക് പറയുന്ന ഇവരുടെ ലൈഫ് വെച്ച് തന്നെ പറയുന്ന പൊളിറ്റിക്സിന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുകയും കാര്യങ്ങൾ നോക്കിക്കാണുകയും ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളോട് നിലപാടുകൾ പറയാതെ അയാളെ കാര്യമായിട്ട് വിമർശിക്കാതെ അയാളൊരു ഫ്രണ്ടാക്കി ചേർത്ത് നിർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് മനസ്സിലായില്ല. ഈ ആദില നൂറയ്ക്ക് പറ്റിയത് അങ്ങനെയാണ്. ഇവർ ശരിക്കും ആർക്കെതിരെയായിരുന്നോ നിലപാടെടുക്കേണ്ടത് അവരെ അങ്ങോട്ട് ചേർത്ത് നിർത്തി, അവരെ ബെസ്റ്റ് ഫ്രണ്ടാക്കി, അവരെ ഇക്കയാക്കി സൈഡിലാക്കി നിർത്തി. അപ്പോൾ അങ്ങനെ നിർത്തിയിട്ട് അവസാനം റിയലൈസ് ചെയ്യുന്ന സമയത്ത് അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പിന്നിൽ നിന്നുള്ള കുത്തായിട്ട് തന്നെ തോന്നും. അതേപോലെ തന്നെ ഈ പുറത്തു നിന്നുള്ള വാക്കുകൾ കേട്ടിട്ട് സ്വയം തോന്നാതെ നിർബന്ധപൂർവ്വം ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അതിൽ വളരെ കോൺഫിഡൻ്റ് ആണ് എന്ന് എനിക്കിടയ്ക്ക് തോന്നി. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തോ ഈ പണപ്പെട്ടി എടുത്ത് പുറത്തു പോകുന്നു, നൂറയ്ക്ക് വേണ്ടി PR ചെയ്യുന്നു. പിന്നെ ഭയങ്കര സിമ്പിളാണല്ലോ PR ചെയ്തിട്ട് ചെയ്യിക്കാനായിട്ട്. നേരത്തെ പുറത്തു പോയല്ലോ എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഒരു കാര്യം ഉണ്ടായില്ല. ഇനി അവസാനിക്കാറായ സമയത്ത് നേരത്തെ തന്നെ പുറത്തു പോയിട്ടുള്ള കുറേയധികം ആളുകളുടെ റീഎൻട്രി ഉണ്ടായിരുന്നു. അവർ വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. അനുമോൾക്ക് കപ്പ് ഉറപ്പിക്കാനായിട്ട് പറ്റി. എല്ലാവരും കൂടെ സംഘം ചേർന്ന് വന്നിട്ട് പ്രതികാര നടപടികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടാവാനായിട്ടാണ്? അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, നൂറ് അങ്ങ് സൈഡായിപ്പോയി. അതിലങ്ങടെ പുറത്തു പോയപ്പോഴത്തേക്ക് നൂറ് ഒറ്റപ്പെടുന്ന സാഹചര്യമൊക്കെ നമ്മൾ ഹൗസിൽ കണ്ടതാണ്. മറ്റേ RJ ബിൻസിയൊക്കെ എന്തോരം ഓവറായിരുന്നു അവർ വന്നിട്ട് എന്തൊരു ഷോ ആയിരുന്നു. എനിക്കതിനകത്ത് ഏറ്റവും സന്തോഷം തോന്നിയത്, അങ്ങനെ സന്തോഷം തോന്നുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു സംഗതിയാണ്, ഇവർ പുറത്ത് ഉണ്ടായിരുന്ന നെഗറ്റീവിനെ മാറ്റാൻ വേണ്ടി അകത്തേക്ക് വന്ന് അതിനേക്കാളും വലിയ നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം അമ്മാതിരി ചീപ്പ് ഷോ അല്ലായിരുന്നു അകത്ത് വന്ന് കാണിച്ചത്. ഈ ശൈത്യയുടെ ചില കാര്യങ്ങൾ ഓക്കെ, അവർ വളരെ ജെനുവിനായിട്ട് കപ്പ് കിട്ടിയ അനുമോളുടെ ആ ഒരു സന്തോഷം ആസ്വദിക്കുന്നില്ല. അവർ ദേഷ്യത്തോടെ ഇരിക്കുന്നു. അതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരോ മനുഷ്യൻ്റെ ജെനുവിനായിട്ടുള്ള ഇമോഷൻസ് എക്സ്പ്രഷൻസ് ആണല്ലോ. പക്ഷേ ഹൗസിനകത്തേക്ക് വന്നിട്ട് എന്തൊരു ബാലിശമായിട്ടുള്ള നടപടിയായിപ്പോയി. പുറത്തുള്ള ആ ഒരു കട്ടപ്പ ഇമേജ് മാറ്റാൻ വേണ്ടിയുള്ള ചില പരിപാടികൾ
അവസാനം അൾട്രാ പ്രോമാക്സ് കട്ടപ്പയായിട്ട് പോവേണ്ടി വന്നു. ഈ ശൈത്യയുടെ ഒരു കളി കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നൂറയ്ക്കും ആദിലേക്കൊക്കെ അവസാനം കുറച്ചും കൂടെ ഹെയ്റ്റ് കാര്യമായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പുറത്തുനിന്ന് റീ എൻട്രിയിൽ വന്ന ആര്യനെ പോലുള്ള കണ്ടസ്റ്റൻസൊക്കെ മാന്യമായിട്ട് പെരുമാറി. അതിൽ നമ്മുടെ മുൻഷി രഞ്ജിത്ത് അത്യാവശ്യം നല്ല ബോറിംഗ് ആയിരുന്നു. അപ്പാനി ശരത്ത് അസ് യൂഷ്വൽ, പുള്ളിയുടെ പരിപാടി നമുക്ക് ചില സമയത്ത് പിടിക്കത്തില്ല. പിന്നെ അഭിലാഷും ഒനിയിലും ഒക്കെ മാന്യമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തു. ഇനി അക്ബറിൻ്റെയും നെവിൻ്റെയും കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നെവിൻ ആദ്യ കുറേ ആഴ്ചകളിൽ കാര്യമായിട്ട് ആളുകളെ വെറുപ്പിച്ചിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വോട്ടുകൾ നേടിയെടുക്കാനായിട്ടൊന്നും പുള്ളിക്ക് പറ്റിയൊന്നുമില്ല. പക്ഷെ പുള്ളി അവസാനം വരെ നിന്നു എന്നുള്ളത് പുള്ളിക്ക് വലിയ കാര്യമാണ്. പുള്ളി നിന്നു എന്നുള്ളത് പ്രേക്ഷകരുടെ, നല്ല ഒരു കൂട്ടം പ്രേക്ഷകരുടെ ഒരു വോട്ടിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം അവർ ഒരു എൻ്റർടൈനറെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ അവസാന ആഴ്ചകളിൽ നെവിൻ വലിയ തിരിച്ചുവരവ് നടത്തി നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി. പക്ഷെ പുള്ളി ആ ഒരു ഫുഡിൻ്റെ പരിപാടിയിൽ, പുള്ളിയുടെ പരിപാടികളിൽ പുള്ളിയുടെ സ്വാർത്ഥമായിട്ടുള്ള ചില പേഴ്സണൽ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തതുകൊണ്ട് ഒരു വിന്നർ ലെവലിലേക്കൊന്നും വരത്തില്ല എന്ന് നമുക്കറിയായിരുന്നു. എന്നാലും നെവിൻ ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നെ അക്ബറിനൊന്നും പിന്നെ കപ്പിൻ്റെ ഒരു കാര്യത്തിലേക്ക് ഒരു ചിന്ത പോലും വേണ്ട എന്നുള്ളത് അവസാന 3 ആഴ്ചകളൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ ഗെയിമൊക്കെ ഇടയ്ക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. കാരണം ആദ്യം വന്നപ്പോൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പിന്നീട് പുള്ളിക്കാരനെ എന്തൊക്കെയോ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഷാനവാസ് പുള്ളിയെ സൈഡാക്കി. ഷാനവാസിൻ്റെ വിഷമങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ സൈഡാക്കി. അപ്പോഴത്തേക്ക് അക്ബർ അങ്ങോട്ട് ഒതുങ്ങി. അപ്പോൾ ആ ഒരു സൈഡ് വീക്കായി. പിന്നീട് ഈ കുരുതി ഗ്യാങ് എന്ന് പറയുന്ന ഒരു സംഭവം ഹൗസിൽ പരന്നതുകൊണ്ട് പുള്ളിയുടെ കോൺഫിഡൻസ് അങ്ങോട്ട് പോയി. അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ അക്ബറിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഗെയിമും കളിച്ചു. ആ ഒരു ഒറ്റപ്പെടുത്തുന്ന ഗെയിം പുള്ളിക്ക് മുതലാക്കാൻ പറ്റിയില്ല. പുള്ളി നല്ല ജെനുവിനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിയുടെ ആ ഒരു ജെനുവിനിറ്റി, ഹ്യൂമാനിറ്റിയൊക്കെ കാര്യമായിട്ട് തന്നെ പുറത്തേക്ക് വന്നു. ഫാമിലി വീക്കിന് ശേഷം കംപ്ലീറ്റ്ലി പുള്ളി താഴെ പോയി. അതേപോലെ ഇപ്പോൾ അക്ബറിൻ്റെ ഫാമിലിക്കെതിരെ, വൈഫിനെതിരെയൊക്കെ അനുമോളുടെ PR ടീം സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അക്ബർ അങ്ങോട്ട് കരയുകയാണ്. അപ്പോൾ അയാൾ വീക്കാണ്. അയാൾ വീക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോലെയൊക്കെ ഉള്ളൊരു സാധാരണ മനുഷ്യനാണ്. മറ്റേ ആരെ കൊന്നിട്ടാണെങ്കിലും കപ്പ് എനിക്ക് വേണം, കാശ് എനിക്ക് വേണം എന്നൊക്കെ പറയുന്ന PR-കാർക്ക് ഫുൾ കോൺഫിഡൻസും ഫുൾ പവറും കൊടുത്തിട്ട് വരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനൊപ്പം ഒന്നും പിടിച്ചു നിൽക്കാനായിട്ട് അക്ബറിന് പറ്റത്തില്ല. സീസൺ 7 കുറിച്ചിട്ട് മൊത്തമായി പറയുന്ന സമയത്ത് ഈ സീസണിൻ്റെ ഗെയിം അതാണ്. ആ ഒരു ഗെയിമിന് യോജിച്ച ഒരു ഗെയിമർ ഉണ്ടായിരുന്നു. അനിമോൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് പിടിക്കാൻ പറ്റി. എനിക്കോ നിങ്ങൾക്കോ ഈ സീസണിൻ്റെ മൂഡ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർ ആ രീതിയിൽ ഗെയിം കളിച്ചു. ഗെയിം കളിച്ചു എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീസണിൻ്റെ ഒരു ഗെയിം മൂഡ് ക്രിയേറ്റ് ചെയ്ത ആരാണ്? ഈ സീസണിൻ്റെ തീം ക്രിയേറ്റ് ചെയ്ത ആരാണ്? നമ്മൾ വിചാരിക്കും ബിഗ് ബോസിൻ്റെ മേക്കേഴ്സാണ്. മണിപ്പൂര ടാസ്ക് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ. മണിപ്പൂരം ഉണ്ടാക്കി, അതാണ് തീം. അതൊന്നുമല്ല തീം. 7ൻ്റെ പണിയൊന്നുമല്ല തീം. ഈ സീസണിൻ്റെ തീമെന്ന് പറയുന്നത് പ്രത്യാരോപണങ്ങളായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മ വച്ചോ, മറ്റേ ഉടുപ്പ് മാറിയോ, ശരീരം കണ്ടോ, അങ്ങനെയുള്ള കുറേയധികം തറപ്പരിപാടികൾ. ആ ഒരു തറപ്പരിപാടികൾ, അതേപോലെ തന്നെ തൊട്ടു പിടിച്ചു, മറ്റേ പ്രത്യാരോപണങ്ങൾ, ഈ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തത് അനുമോളാണ്. ചീപ്പ് മൂഡ് ക്രിയേറ്റ് ചെയ്തത് അനുമോളാണ്. അപ്പോൾ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത ഈ സീസണിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള അനുമോൾക്ക് കപ്പ് കിട്ടാതെ അവിടെ പോകാനായിട്ട് ബാക്കിയുള്ള ആളുകൾ അത് ഫോളോ ചെയ്തു. ഈവൻ ഷാനവാസും നെവിനും തമ്മിലുള്ള ഇഷ്യൂ പോലും വലിയ സംഭവമായി. ആണുങ്ങൾ വരെ അത് ഉപയോഗിച്ചു. സാധാരണ കോമൺ ആയിട്ട് ആണുങ്ങൾ തൊട്ടുപിടിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. ഈ സീസണിൻ്റെ മൂഡ് അതായതുകൊണ്ട് തന്നെ അവരും ആ ഒരു രീതിയിൽ ഗെയിം കളിക്കേണ്ടി വന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, സീസണിലെ ഏറ്റവും ലോ ക്വാളിറ്റി അട്ടർക്കൂറ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ലക്ഷ്മിയൊക്കെ മറ്റേ അനു വിന്നർ ആയതിനു ശേഷം പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ചു, അവരുടെ ഹൃദയം വിൻ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് ബോക്സിൽ കാണാനായിട്ട് ഇടയായി. വിനുവിൻ്റെ പരിപാടിയായിരിക്കും. വിനുവിന് വല്ല പൈസയും കൊടുത്തിട്ട് ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള പരിപാടി വല്ലതും ചിലപ്പോൾ ലക്ഷ്മിയൊക്കെ നടത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ലക്ഷ്മിയൊക്കെ ആര് കൺസിഡർ ചെയ്യാനായിട്ടാണ്? ലക്ഷ്മിയൊക്കെ ആര് ശ്രദ്ധിക്കാനായിട്ടാണ്? അവരൊക്കെ ഇപ്പം എന്തോ പരിപാടികളിലൊക്കെ മറ്റേ നീലക്കുയിൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. അവർക്ക് അങ്ങനെ കൺസിഡറേഷൻ കിട്ടാനായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ഈ ബിഗ് ബോസ് സീസൺ 7 ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഗെയിം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവർ കുറേയധികം ശ്രമിച്ചു, പക്ഷേ അവർക്ക് കൂട്ടിയാൽ കള ആയിരുന്നില്ല. അഭിഷേക് കൊടുത്ത കോൺഫിഡൻസ് ഒന്നും ഈ സീസൺ 7 വർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് വേറെ കളിയായിപ്പോയി. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, മൊത്തത്തിൽ ഇതാണ് മൂഡ്.
ഇതങ്ങനെയാണ്, ബിഗ് ബോസ് ആണ്. ഇതിൽ നമ്മൾ മറ്റേ എല്ലാവരും വന്നിട്ട് വളരെ ഐഡിയലായിട്ട് കളിക്കണം, ഏറ്റവും ക്വാളിറ്റി ഉള്ള ആൾക്ക് കൊടുക്കണമെന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മളെല്ലാവരും കാണുന്നത് എൻ്റെ നിങ്ങളുടെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവിലെ ഒരു ഗ്രേ ഏരിയ ഉണ്ട്. ആളുകളുടെ തമ്മിലടികൾ, കുത്തിത്തിരിപ്പുകളൊക്കെ കണ്ട് ആസ്വദിക്കുക. അതുകൊണ്ട് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മുടെ നിലവാരത്തിൽ താഴെയുള്ള നിലവാരം ഉണ്ടാവുള്ളൂ ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്കും. അല്ലാതെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ മികച്ചവരാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഇതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റിയിൽ താഴെ ക്വാളിറ്റിയിലുള്ളൊരു ചിന്ത വേണം, എന്നെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം ഇതങ്ങനെയാണ്. ഇത് സ്വന്തം ജീവിതം, സ്വന്തം നിമിഷങ്ങൾ, സ്വന്തം പ്രൈവസി, സ്വന്തം സ്വകാര്യത പണത്തിന് വേണ്ടി വിൽക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് ആളുകളുടെ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒക്കെ പറഞ്ഞ് അവരുടെ വാലിഡേഷൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് ജീവിക്കാം എന്നുള്ളൊരു ചിന്ത കൊണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇത് കണ്ട് ആസ്വദിക്കുന്ന നമ്മളും അത്ര മികച്ചവരൊന്നുമല്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള മൊത്തത്തിലുള്ള അലമ്പ് പിടിച്ച പരിപാടിയുള്ള കുറേയധികം ആളുകളുടെ ആസ്വാദനങ്ങൾ, ആക്രമണങ്ങൾ, പ്രതിരോധങ്ങൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കപ്പ്, ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 50 ലക്ഷം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ്. അടുത്ത സീസണിൽ നമുക്ക് കാണാം. നന്ദി.